നമസ്കാരം. കൊളസ്ട്രോൾ ഹൃദയവിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചില കൊളസ്ട്രോൾ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഡോക്ടർ അനിൽ സലീം, അദ്ദേഹം മൈത്രേയ ഹോസ്പിറ്റലിലെ കാർഡിയാക് ഹെഡാണ്. അദ്ദേഹം നിങ്ങൾ ഡോക്ടറെ കാണുമ്പോൾ കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ട 4 ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് പറയുന്നത്. 4 ചോദ്യങ്ങളിൽ ഒന്നാമത്തത് തൈറോയിഡിനെ പറ്റിയാണ്, രണ്ടാമത്തത് ജനിതകമായിട്ടുള്ള കൊളസ്ട്രോൾ കാരണങ്ങളെ പറ്റിയാണ്, മൂന്നാമത്തത് CSEയും കൊറോണറി കാൽസ്യം സ്കോറിനെ പറ്റിയും TMTയെ പറ്റിയാണ്. ദെൻ ഇതൊക്കെ അതുപോലെ ലിവറിനെ പറ്റിയൊക്കെ ഉള്ള ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ നല്ലതാണെങ്കിൽ കൂടി അദ്ദേഹം സ്കിപ്പ് ചെയ്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2-3 പോയിൻറ്റ്സ് ഉണ്ട്. ആ പോയിൻറ്റ്സ് കൂടി പൂർണ്ണമായാൽ മാത്രമാണ് കൊളസ്ട്രോള് നിങ്ങളുടെ ഹൃദയാരോഗ്യത്തെ സഹായിക്കുമോ അല്ലെങ്കിൽ അപകടമാകുമോ എന്നറിയാൻ പറ്റൂ. അങ്ങനെ അറിഞ്ഞാൽ നിങ്ങൾക്ക് റിയൽ ഫുഡിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മില്ലറ്റ് അടങ്ങിയ ഫുഡിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽത്ത് റിവൈവ് ചെയ്യാൻ പറ്റും. ദെൻ എങ്കിൽ അത് എന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന്, തീർച്ചയായിട്ടും ഈ ഡോക്ടർ പറഞ്ഞ 4 ടെസ്റ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസും ഫാസ്റ്റിംഗ് ഇൻസുലിനും. ഫാസ്റ്റിംഗ് ഇൻസുലിൻ എന്ന് പറയുന്നത് ഇൻസുലിൻ കൂടി നിൽക്കുന്നത് നമ്മെ ഡയബറ്റിസ്, കൊളസ്ട്രോൾ, ഒബേസിറ്റി, ഫാറ്റി ലിവർ പോലുള്ള ഈവൻ സ്ട്രോക്ക്, അറ്റാക്ക്, ക്യാൻസർ പോലുള്ള സംഭവങ്ങൾ നയിക്കുന്നതുകൊണ്ട് ഫാസ്റ്റിംഗ് ഷുഗർ അല്ല, ഫാസ്റ്റിംഗ് ഇൻസുലിനും ഫാസ്റ്റിംഗ് ഷുഗറും ചെക്ക് ചെയ്യണം. രണ്ടാമത്തത് ഡോക്ടർ തൈറോയ്ഡ് ചെക്ക് ചെയ്യണം. മൂന്നാമത്തത് അപ്പോ A1, അത് A1 എന്ന് പറയുന്നത് HDLൻ്റെ സ്ട്രെങ്ത് ആയിട്ടുള്ള ടെസ്റ്റാണ്. അപ്പോ B എന്നത് ഡാമേജ് LDL ആണ്. ദെൻ LPA, ലൈപ്പ് പ്രോട്ടീൻ സ്മോൾ A ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ദെൻ അടുത്ത ടെസ്റ്റ് തീർച്ചയായിട്ടും ഇൻഫ്ലമേഷൻ മാർക്കേഴ്സാണ്. ശരീരത്തിൻ്റെ വീക്കത്തെ പറ്റിയാണ്. വീക്കം ഉണ്ടായി കഴിഞ്ഞാൽ അറ്റാക്ക്, സ്ട്രോക്ക് ഉണ്ടാവാം. അത് ഹൈ CRP, HCRPയും ദെൻ ഹോമോസിസ്റ്റൈനുമാണ്. അതോടൊപ്പം തന്നെ മഗ്നീഷ്യവും D3യും ടെസ്റ്റ് ചെയ്യണം. അതോടൊപ്പം omega-3 ഇൻഡെക്സ് കൂടി ചെക്ക് ചെയ്താലാണ് നിങ്ങളുടെ കൊളസ്ട്രോൾ ടെസ്റ്റുകൾ പൂർണ്ണമാകാത്ത കൊളസ്ട്രോൾ ടെസ്റ്റുകൾ നമ്മുടെ ഹൃദയാരോഗ്യത്തിന് ഡാമേജിങ് ആണ്. അത് അറ്റാക്കിലേക്കും സ്ട്രോക്കിലേക്കും ക്യാൻസറിലേക്കും നയിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റുകൾ കൂടി ചെയ്തിട്ട് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് റിയൽ ഫുഡിലൂടെ, ഫൈബർ അടങ്ങിയ, omega-3 അടങ്ങിയ റിയൽ ഫുഡിലൂടെ ഹെൽത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും. ആരോഗ്യത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ റിയൽ ഫീൽഡിലേക്ക് മടങ്ങുക. നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ, ടെസ്റ്റിനെ പറ്റി വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഇൻഫർമേഷൻ മാത്രമാണ്. നിങ്ങൾക്ക് വിളിക്കാം. താങ്ക് യു വെരി മച്ച്.